ഒരു വാർത്തയിലേക്ക് തന്നെയാണ് ഇനി കടക്കുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ CMP നേതാവ് CP ജോൺ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന വിവരമാണ് ഇഘട്ടത്തിൽ പുറത്തുവരുന്നത്. ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് UDF ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സുരക്ഷിതമായ മറ്റൊരു മണ്ഡലം CMPക്ക് നൽകാനില്ലാത്തതാണ് CP ജോണിന് തുണയായത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നമുക്കറിയാം, ആന്റണി രാജുവാണ് അവിടുത്തെ MLA ആയിരുന്നത്. ആന്റണി രാജു അയോഗ്യനാണ്. അവിടെ ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ LDFൽ തീരുമാനമായിട്ടില്ല. അവിടെയാണ് ഇപ്പോൾ UDF ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ജില്ലയിൽ നിന്ന് എതിർപ്പ് ഉയർന്നതിനെ തുടർന്ന് ജോണിനെ തിരുവമ്പാടിയിൽ പരിഗണിക്കുന്ന കാര്യവും നേതൃത്വം ആലോചിച്ചിരുന്നു. ലീഗ് സീറ്റ് വിട്ടു നൽകിയാൽ VS ജോയിയെ തിരുവമ്പാടിയിൽ പരിഗണിക്കാനാണ് നിലവിലെ ആലോചനയായി വന്നിരിക്കുന്നത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ് ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാന, ഇപ്പോൾ CP ജോണിനെ സംബന്ധിച്ചിടത്തോളം CP ജോൺ തിരുവനന്തപുരത്തുകാർക്ക് സുപരിചിതനാണ്. സെൻട്രലിൽ ഏറെ സ്വാധീനമുള്ള വ്യക്തിയാണ്. ഇവിടുത്തെ സജീവ സാന്നിധ്യമാണ്. ഇവിടെ വിജയിക്കാനാകുമെന്ന ആത്മവിശ്വാസമുണ്ട്. സെൻട്രൽ ഒരു UDFന് സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ്. തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞോ? ആഴ്ചകൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിലാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ മത്സരചിത്രം കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥി ആരാകുമെന്ന ആകാംക്ഷയ്ക്ക് വിരാമമാകുന്നത്. അതായത് ആന്റണി രാജു അയോഗ്യനാക്കപ്പെട്ടതിന് പിന്നാലെ ഇവിടെ വലിയ ജയസാധ്യത ഉണ്ട് എന്നൊരു വിലയിരുത്തലിലേക്ക് UDF ക്യാമ്പ് എത്തുകയായിരുന്നു. അങ്ങനെയാണ് കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ ഒരാൾ ഇവിടെ സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ തിരുവനന്തപുരത്ത് മത്സരിച്ച് പരാജയപ്പെട്ട VS ശിവകുമാർ, അതോടൊപ്പം തന്നെ ശരത്ചന്ദ്ര പ്രസാദ്, അതോടൊപ്പം K ശബരിനാഥൻ ഉൾപ്പെടെയുള്ള യുവ നേതാക്കളും മുതിർന്ന നേതാക്കളുമൊക്കെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിനു വേണ്ടി അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. ലത്തീൻ സഭയുടെ പിന്തുണയോടെ എറിക് സ്റ്റീഫൻ, അതോടൊപ്പം വിനോദ് യേശുദാസ് തുടങ്ങിയ യുവ നേതാക്കളും സമാനമായ തരത്തിൽ ഈ സീറ്റിന് വേണ്ടി, തിരുവനന്തപുരം സെൻട്രൽ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചിരുന്നു. KPCC നേതൃത്വത്തെയും ഹൈക്കമാൻഡ് പ്രതിനിധികളെയുമൊക്കെ നേരിൽ കണ്ടതാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ നിന്ന് തന്നെ ഒരാളെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട്. പക്ഷേ പകരം സുരക്ഷിതമായ ഒരു സീറ്റ് CMPക്ക് കൈമാറാൻ കോൺഗ്രസിന് കഴിയാത്ത ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ അനിശ്ചിതത്വങ്ങൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് CMPയുടെ CP ജോൺ തന്നെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വിവരം ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് തിരുവമ്പാടിയാണ് പകരം. ഇവിടെ നിന്ന് പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ തിരുവമ്പാടിയായിരുന്നു പറഞ്ഞു കേട്ട ഒരു സ്ഥലം. പക്ഷേ അവിടേക്ക് VS ജോയിയുടെ പേരിനാണ് മുൻതൂക്കം. ലീഗിന്റെ കയ്യിൽ നിന്ന് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ VS ജോയി അവിടെ മത്സരിപ്പിക്കുന്നതിനോടാണ് മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗത്തിന്റെ താൽപര്യം. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു പകരം സുരക്ഷിതമായ മണ്ഡലം CP ജോണിനായി കണ്ടെത്താൻ നേതൃത്വത്തിന് കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം വരികയും ഒടുവിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം ഈ എതിർപ്പുകൾ ഒരു വശത്ത് ഉയരുമ്പോഴും മറുവശത്ത് അത് CP ജോണിന് തന്നെ കൈമാറുക എന്നൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയത്. എന്തായാലും പ്രാദേശികമായ ചില എതിർപ്പുകളൊക്കെയുണ്ട്. പക്ഷേ അവരെ അനുനയിപ്പിക്കുന്നതിനായി UDF അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ VS ശിവകുമാർ ഉൾപ്പെടെ ഉള്ള ഈ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ച അല്ലെങ്കിൽ അവസാന നിമിഷം വരെ പരിഗണിക്കപ്പെട്ടിരുന്ന മറ്റ് പേരുകാരെയൊക്കെ ചില പ്രധാനപ്പെട്ട പദവികളിലേക്ക് നിയോഗിക്കും. അങ്ങനെ പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. എന്തായാലും CMPക്ക് തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് നൽകുന്ന കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായി കഴിഞ്ഞിരിക്കുന്ന ഇനി ഔദ്യോഗികമായ പ്രഖ്യാപനം മാത്രം വന്നാൽ മതി. വലിയ തർക്കങ്ങൾക്ക് ഒടുവിലാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് UDF എത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പിന്തുണയാണ് CP ജോണിന് ഈ ഒരു വിഷയത്തിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം ഉറപ്പിക്കുന്നതിൽ ഏറ്റവും നിർണായകമായി മാറിയത്. അതാണ് CP ജോൺ. നമുക്കറിയാം, തിരുവനന്തപുരം സെൻട്രലിൽ ഒരുപാട് സ്ഥാനാർത്ഥി മോഹങ്ങളുണ്ടല്ലോ ഡാൻ. ഇത് പ്രധാനമാണല്ലോ. ഇപ്പോൾ നമുക്കറിയാം, ശബരിനാഥ് അവിടെ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നു. VS ശിവകുമാറിന് സീറ്റ് മോഹമുണ്ട്. അങ്ങനെ നിരവധി ആളുകളുണ്ട്. ഇവരെയൊക്കെ എവിടെ ഉൾക്കൊള്ളിക്കുമെന്നുള്ള പ്രശ്നം കൂടി ഉണ്ടല്ലോ. ശിവകുമാറൊക്കെ കഴിഞ്ഞ മത്സരിച്ച് നേരിയ വോട്ടിന് പരാജയപ്പെട്ട ഒരാളാണ്. ഇത്തവണ അവിടെ മത്സരിക്കുമെന്ന് പലരോടും അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരോടൊക്കെ പറഞ്ഞ പശ്ചാത്തലമൊക്കെയുണ്ട്. ശബരിനാഥ് കൗൺസിലറാണ് എങ്കിൽ പോലും ഒരു സീറ്റ് നൽകേണ്ട ആവശ്യമുണ്ട്. ശബരിക്ക് അങ്ങനെ ഒരു ഉറപ്പ് പാർട്ടി കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഇവരെയൊക്കെ എവിടെ അക്കോമഡേറ്റ് ചെയ്യും? അത് കോൺഗ്രസിൽ മറ്റൊരു വിമത ശബ്ദത്തിനിടയാക്കില്ലേ? അവിടെയാണ് അനുനയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. കാരണം ഒറ്റക്കെട്ടായാണ് മുതിർന്ന നേതാക്കൾ, ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ ദീപദാസ് മുൻഷി ഉൾപ്പെടെയുള്ള കേരളത്തിന് വിവിധയുള്ള AICC ജനറൽ സെക്രട്ടറി നേരിൽ കാണുകയും അതിനുള്ള എതിർപ്പ് ആഴ്ചകളായി അറിയിക്കുകയും ചെയ്ത് നേരിട്ടും കത്തായിട്ടുമൊക്കെ അറിയിച്ചുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അങ്ങനെ എതിർസ്വരം ഉന്നയിച്ചവരെ അല്ലെങ്കിൽ അത് എതിർസ്വരം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയവരെ അനുനയ നീക്കത്തിലൂടെ കൃത്യമായി ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒപ്പം ചേർത്ത് നിർത്താനുള്ള ഒരു നീക്കമാണ്
കോൺഗ്രസ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ കൃത്യമായി പാർട്ടി തലത്തിലും പാർട്ടി അധികാരത്തിലെത്തിയാൽ ഭരണ സംവിധാനങ്ങളിലും ചില പ്രധാനപ്പെട്ട പദവികളിലേക്കൊക്കെ അവരെ നിയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CMPക്ക് അത്ര വലിയ വേരോട്ടമുള്ള ഒരു മണ്ഡലമല്ല തിരുവനന്തപുരം സെൻട്രൽ എന്നതാണ് പ്രധാനമായി ഈ എതിർപക്ഷം ഉന്നയിച്ചിരുന്ന ആക്ഷേപം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും പ്രാദേശിക തലത്തിലുള്ള താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെയും ഒക്കെ പിന്തുണ പൂർണ്ണമായി ഉറപ്പാക്കിക്കൊണ്ട് വലിയൊരു കടുത്ത പോരാട്ടം ഇവിടെ നടത്തുക എന്ന് പറയുന്നതാണ് CP ജോണിന് മുന്നിൽ ശ്രമകരമായ ഒരു ദൌത്യമായി മാറുന്നത്. അതിനെ എതിർക്കാനായി LDF ആരെയാകും ഇനി സ്ഥാനാർത്ഥിയാക്കുക? കാരണം ആന്റണി രാജുവിന് പകരക്കാരനായി ലത്തീൻ സഭയുടെ പ്രതിനിധിയായ ഒരാൾ എത്തുമോ, അതോ കൃത്യമായി അവരുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് മറ്റൊരു പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുമോ? ഇതിലൊക്കെ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലേക്ക് CMPയുടെ സ്ഥാനാർത്ഥി CP ജോൺ ഈ മണ്ഡലം ഏറെക്കുറെ ഉറപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണം അങ്ങനെയുള്ള സാധ്യതകളൊന്നുമില്ല. CP ജോണിന് തന്നെ ഈ സീറ്റ് കിട്ടുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നുവെന്നാണ് നമുക്ക് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട ചില നേതാക്കളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ എതിർസ്വരം ഉയർത്തിയ പ്രധാനപ്പെട്ട നേതാക്കളെ, പ്രത്യേകിച്ച് VS ശിവകുമാർ, ശരത്ചന്ദ്ര പ്രസാദ്, KS ശബരിനാഥൻ ഉൾപ്പെടെയുള്ള നേതാക്കളെയൊക്കെ പാർട്ടിയുടെയും അതോടൊപ്പം തന്നെ പാർട്ടി അധികാരത്തിലെത്തിയാൽ ഭരണ സംവിധാനത്തിന്റെയും ചില പ്രധാനപ്പെട്ട പദവികളിലേക്ക് നിയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഭിന്നസ്വരങ്ങൾക്ക് ഒരു സംയമനം അല്ലെങ്കിൽ അതിനൊരു ശാന്തത കൈവരിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് നേതൃത്വം കടക്കുന്നത്. എന്തായാലും വലിയ എതിർപ്പുകൾക്കിടയിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് UDF എത്തിയിരിക്കുന്നത് എന്നതാണ് അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.